ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാനുള്ളത് ക്രൈസ്റ്റ് ചർച്ചിലെ ഐലം റോഡ് എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഞാനിവിടെ മൂവിയാണ്, പക്ഷേ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിവിടെ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് വന്നത്, മാസ്റ്റേഴ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഞാനിന്ന് ക്യാമ്പസിലേക്ക് പോവാണ്. എൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ എൻറോൾമെൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി വഴിയൊന്നും അറിയില്ല. ഞാൻ ഗൂഗിൾ മാപ്പിട്ട് പോവാണ്. എങ്ങനെ പോകും നോക്കാം. ഇതാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴി. ക്യാമ്പസ് എത്താനായെന്ന് തോന്നുന്നു. എനിക്കിവിടെ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഞാൻ ക്യാമ്പസ് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കാൻറ്റർബറിയിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ സെൻട്രൽ ലൈബ്രറിയിലേക്കാണ് പോകുന്നത് എൻറോൾമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടത്. അപ്പോൾ ആ വീഡിയോ ഇൻസ്ട്രക്ഷൻ വഴി ഞാൻ പോവാണ്. ഇതാണ് തോന്നുന്നു ലൈബ്രറി. ഞാനൊന്ന് പോയി നോക്കട്ടെ. ലൈബ്രറി എൻറോൾമെൻറ്റ് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. അവിടെ നിന്ന് എനിക്ക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാനാണ് പറഞ്ഞത്. വലിയ ക്യാമ്പസാണ് കേട്ടോ. എനിക്ക് നടന്നിട്ടും തീരുന്നില്ല. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണെന്ന് എനിക്ക് ഒരു കിട്ടിയിട്ടില്ല. ഇപ്പം യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ക്രീക്ക് റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിക്ക് എഞ്ചിനീയറിംഗ് കണ്ടു. ഇതാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ആക്ച്വലി യൂണിവേഴ്സിറ്റി ഓഫ് കാൻറ്റർബറി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഫേമസ്. എഞ്ചിനീയറിംഗിൽ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിനാണ് ഇത് കൂടുതൽ ഫേമസ് ആയിട്ടുള്ള റാങ്കിങ് ഒക്കെ ഉള്ളത്. വേൾഡിൽ 9th റാങ്കിങ് ആണ് വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗിന് ഈ യൂണിവേഴ്സിറ്റി ഓഫ് കാൻറ്റർബറിക്ക്. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. എനിക്കിനി കുറച്ചും കൂടി നടക്കാനുണ്ട്. ആക്ച്വലി വഴിയൊക്കെ എൻ്റെ ഗൂഗിൾ മാപ്പ് എന്നെ തെറ്റിച്ചു. അപ്പോൾ ഞാനിപ്പോൾ മാപ്പ് വഴിയാണ് കണ്ടുപിടിക്കുന്നത്. യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിലേക്ക് വരെ ബസ്സുണ്ട്. പക്ഷെ എനിക്ക് ബസ്സിൽ വരേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ഇവിടുന്ന് നടക്കാനേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. ഓ അല്ല, നീ കയ്യിലെടുത്തിട്ടുണ്ടോ? ഞാനിപ്പം കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു. എൻ്റെ സെയിം സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിൽ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ, പക്ഷേ എൻ്റെ എൻഡോഴ്സ്മെൻറ്റ് വ്യത്യാസമുള്ള കുറച്ച് പേര് പരിചയപ്പെട്ടു. പിന്നെ ഒരു PhD ചെയ്യുന്നവരെ പരിചയപ്പെട്ടു, ഒരു ഇൻറ്റേൺഷിപ്പിന് വന്നവരെ പരിചയപ്പെട്ടു. അങ്ങനെ കുറേ പേര് പരിചയപ്പെട്ടു. അപ്പോൾ എനിക്ക് സബ്ജക്ട്സ് ഒക്കെ ചൂസ് ചെയ്യാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ആക്ച്വലി ഞാൻ സെൻട്രൽ ലൈബ്രറിയിലേക്ക് ലൊക്കേഷൻ ഇട്ടപ്പോൾ എനിക്ക് 150 മീറ്റേഴ്സ് ആയിരുന്നു കാണിച്ചത് എൻ്റെ റൂമിൽ നിന്ന്. പക്ഷേ ഇവിടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എത്തുമ്പോഴത്തേക്ക് അത് 850 മീറ്റേഴ്സായി. ഇനി അപ്പോൾ തിരിച്ച് വീണ്ടും സെൻട്രൽ ലൈബ്രറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻറോൾമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിനി തിരിച്ചു പോവാണ്. എനിക്കിനി തിരിച്ച് വീട്ടിലെത്തിയിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് പോകണം. ഞാൻ അധികം സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ നിൽക്കുന്ന റൂമിൽ അവരെ റൂം ഒരു പഞ്ചാബി ഫാമിലിയുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് കാറിലുണ്ട്. അവരെ കൂടെ ഞാനും കൂടി പോകാമെന്ന് വിചാരിക്കുന്നു. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അവർ പോകുമെന്ന് പറഞ്ഞേ. ഇപ്പോൾ ഒരു 4:15. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ക്യാമ്പസ് ഫുള്ളൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു വേറെ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. കാരണം സത്യം പറഞ്ഞാൽ എനിക്കെന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ഇവിടെ ഒന്ന് പഠിച്ച് വന്നിട്ട് ഞാൻ ഫുൾ ക്യാമ്പസ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മൊത്തം ഫുൾ യൂണിവേഴ്സിറ്റി ഞാൻ വേറൊരു വീഡിയോ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. ആദ്യം ഞാനൊന്ന് പഠിക്കട്ടെ എവിടേക്കാണ് വഴികളൊക്കെ, എന്നിട്ട് ഞാൻ ഫുൾ കാണിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ആൻഡ് കമൻറ്റ് ചെയ്യണം.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.